പരിശീലനം നടത്തിയിരിക്കുന്നു. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കുന്നു. രണ്ടു കൂട്ടരുടെയും പ്രഖ്യാപനം അങ്ങനെയാണ്. ശരി, ഇവിടെ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. ക്ഷേത്രങ്ങൾ എന്തായാലും ആ രൂപത്തിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം ഉപയോഗിക്കുന്നതായി കാണുന്നില്ല എന്ന് മാത്രവുമല്ല, വിശ്വാസികളാണ് അവിടെ എന്നെങ്ങനെയാണ് കരുതാൻ കഴിയുക? കാരണം ഇന്ന് കടകംപള്ളി പറഞ്ഞതുപോലെ വിശ്വാസികൾ സമം RSS എന്നല്ല. ഇവിടെ ഈ പറയുന്ന കൂട്ടായ്മ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന ഒരു സുഖശീതളിമയോടെയുള്ള വിലയിരുത്തൽ അങ്ങ് നടത്തുകയാണ് എങ്കിൽ ഭംഗ്യേന്ദ്രൻ അങ്ങ് സമ്മതിക്കുന്നത് വിശ്വാസികൾ സമം RSS എന്നാണ്. ഇല്ല, ഞാൻ വളരെ ശക്തമായി പറയാം. വേണുവിന് വേണമെങ്കിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് പരിശോധിക്കാം. ഞാൻ അതിശക്തമായി RSS ശാഖയെ 1968 എതിർത്ത് ഞാനും RSSുമായി 1968 സംഘടന ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് പട്ടത്താനത്ത് അമ്മനട എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ കാമ്പൗണ്ടിൽ പരിശോധിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ അതിശക്തമായിട്ട് ഇതിനെ എതിർക്കുന്ന ഒരാളാണ്. മാത്രമല്ല, എന്തുകൊണ്ട് എതിർക്കുന്നു? നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ആ മതനിരപേക്ഷ രാജ്യത്തിൽ പരസ്പരം സാഹോദര്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കേണ്ട, ഒരു സമാധാനപരമായി ജീവിക്കേണ്ട ഒരു സംസ്ഥാനത്ത് ആയുധ പരിശീലനം നടത്തുന്ന എന്തുകൊണ്ടും ആരാണോ നടത്തുന്നത് മറ്റുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു മാനസികമായ ഭയമുണ്ട്. അങ്ങനെയെങ്കിൽ കലവറയില്ലാതെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? സർക്കാരിനെ പിന്തുണയ്ക്കുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ പരിപൂർണമായി സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. കാരണം അമ്പലപ്പറമ്പുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ നിന്നും പരസ്യമായി ഇവരെ ഇറക്കി വിടണം, അതിന് യാതൊരു തർക്കവുമില്ല. അതേസമയം ഈ ആയുധ പരിശീലനം നടത്തുന്നതിനെ എതിർക്കുന്ന ആളുകൾ അവരും ആയുധ പരിശീലനം നടത്തണം. ശരി, അതിലേക്ക് വരാം. അതിനു മുൻപ് ആദ്യത്തെ വാചകം അതിശക്തവുമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, RSS ശാഖാ പ്രവർത്തനം ക്ഷേത്രങ്ങളിലൊക്കെ നടന്നുകൊള്ളട്ടെ എന്ന അഭിപ്രായമുണ്ടോ? തീരെ അഭിപ്രായമില്ല. മാത്രം ആദ്യം ഒരു മുഖവര പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നൂറുകണക്കിന് സാധനങ്ങൾ നടത്തുന്നവരാണ്. ഒരു മതസംഘടനയുടെ ഒരു പരിപാടി അവിടെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അതിൽ ആയുധ പരിശീലനം പോയിട്ട് അവിടെ മറ്റൊരു തരത്തിലുള്ള ഈവൻ ഒരു മതപരമായിട്ടുള്ള ഒരു പ്രചരണം പോലും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുസ്ലിം ആയാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, അവിടെ നടത്താൻ സമ്മതിക്കാത്തത് ഞങ്ങൾ തീർച്ചയായിട്ടും RSSൻ്റെ ഇതിനെ ഞങ്ങൾ എതിർക്കും. രണ്ട് കാര്യം കൊണ്ട്. ഒന്ന്, ശ്രീ മോഹൻദാസ് പറഞ്ഞ മാതിരി ഇതൊരു സാംസ്കാരിക സംഘടനയല്ല, അതൊക്കെ നമ്മൾ എഴുതി കൊടുത്ത റിറ്റുകളാണ്. അങ്ങനെ സാംസ്കാരിക സംഘടനയാണെങ്കിൽ മഹാത്മാഗാന്ധി മർഡർ കേസിൻ്റെ കാലത്ത് നിരോധിച്ചു, പിന്നെ അതിനുശേഷം എമർജൻസി കാലത്ത് നിരോധിച്ചു. സാംസ്കാരിക പക്ഷേ അങ്ങ് വേഗം കടന്നു പോകരുത് ചരിത്രഘട്ടങ്ങളെ. നിരോധിച്ചു എന്നത് ശരിയാണ്. പക്ഷെ പിന്നീട് പട്ടേൽ തന്നെ നെഹ്റുവിന് എഴുതുകയാണ് ഈ കൊലപാതകത്തിൽ RSS എന്ന ഒരു സംഘടനയ്ക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് പട്ടേലിന്റെ യഥാർത്ഥ വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ദേ ആർ മിസ്ഗൈഡഡ് പേട്രിയോട്സ് എന്നാ പട്ടേൽ ഉപയോഗിച്ച വാക്ക്. ദേ ആർ മിസ്ഗൈഡഡ് പേട്രിയോട്സ്. ആ നിരോധനം പിൻവലിക്കുന്നതിന്റെ കാരണം അതിൽ കുറ്റകരമായ ക്രിമിനൽ സ്വഭാവമുള്ള അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്. കൂട്ടത്തിൽ ശ്രീ മോഹൻദാസിനോട് നെറ്റ് പരിശോധിക്കാൻ ഞാൻ പറയുകയാണ്. മനസ്സിലായി, ഞാൻ മഹാത്മാഗാന്ധി വാദത്തിനെ പറ്റിയിട്ടില്ല പറഞ്ഞത്. മഹാത്മാഗാന്ധി മേഡറിന് സ്വല്പം മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ സാവർക്കർ നടക്കിയിരിക്കുന്നു, ഇപ്പുറത്ത് ആപ്റ്റെ, അപ്പുറത്ത് മറ്റേ ഗോഡ്സെ, ഇപ്പുറത്ത് ഗോപാല ഗോഡ്സെ, ദിഗംബർ വാഗ്ദെ, വിഷ്ണു കർക്കാരെ, എൻ്റയർ ടീം ഇരിക്കുന്നു. എന്നിട്ട് അവർ പുറത്തിറങ്ങി പോകുമ്പോൾ അവരോട് പറയുന്നത് എന്താണ്? വിജയിച്ചു വരിക എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഈ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അവർ RSSകാരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവർ RSSകാരല്ല എന്നാണല്ലോ വാദം വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണം. വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതസാമുദായിക സംഘടനകൾ സെക്കുലറായിട്ടുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റേ എന്ത് തരത്തിലുള്ള പരിപാടി നടത്താൻ പാടില്ല എന്ന കാഴ്ചപ്പാട് വളരെ വ്യക്തം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാംസ്കാരിക സംഘടന ഞാൻ പറയാൻ കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സാംസ്കാരിക സംഘടന എന്തിനാണ് ലാത്തിയും വീശി നടക്കുന്നത്? RSSൻ്റെ എത്രയോ നിങ്ങൾ രാജ്മോഹൻ, ഞാൻ പല ദണ്ട് അതെ ദണ്ട് പ്രയോഗം അതല്ല പ്രശ്നം അവിടെ നടക്കണമെന്നറിയോ? ഞാൻ പട്നയിൽ പഠിച്ചിട്ടുള്ളതാണ്, ശ്രീനഗറിൽ പഠിച്ചിട്ടുള്ളതാണ്, ഹൈദരാബാദിലെ വലിയ വർഗീയ ലഹളകൾക്ക് കാഴ്ചയായിരുന്ന ആളാണ്. അവിടെയൊക്കെ RSS റൂട്ട് മാർച്ചുകൾ എന്ന് വെച്ചാൽ ടെറർ മാർച്ചുകളാണ്. ഒരു സംശയം വേണ്ട, മനസ്സിലല്ലേ? കാരണം അവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇതുമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു സെറ്റപ്പില്ല. അപ്പോൾ ആ സമയത്ത് ഈ ടെറർ മാർച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാതിരി തന്നെ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടിട്ട് അതുമാതിരി അനേകം മൊറാദാബാദ് റൈറ്റ്സിനെ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ബാഗൽപൂർ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി ദർ ഇസ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് RSS ഇൻ ദീസ് റൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ അതിനൊരു സാംസ്കാരിക സംഘടനയാണ്. അവർ വെറുതെ ലാത്തി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മറ്റേ ബാഡ്മിൻ്റൺ കളിക്കുന്ന മാതിരി ബാഡ്മിൻ്റൺ കളിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലവാകും. ശരി, അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം താങ്കളോട്. ഇതര മതവിഭാഗങ്ങൾ സമാനമായ ഏതെങ്കിലും സ്വഭാവമുള്ള കായികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ടോ? അങ്ങയുടെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിലല്ല, അല്ലാതെ? ഇല്ല. എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല.
കാരണം കേരളത്തിലെ പള്ളികളിൽ 90% പള്ളികളും നിയന്ത്രിക്കുന്നത് സമസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 വിഭാഗം പെട്ടോ, കാന്തപുരം ഈ 2 വിഭാഗമാണ്. ബാക്കിയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളായിട്ടുള്ള മുജാഹിദും സലഫികൾക്കും അല്ല മറ്റേ ജമായത്തിനും 10% പള്ളി ഉണ്ടാവുള്ളൂ. അതിനുണ്ടോ എന്ന് സംശയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ പള്ളികൾ നടക്കാൻ ഈസിയാണ്, കാരണം മഹൽ കമ്മിറ്റിയുടെയാണ് പള്ളി, അവർ പോയി അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഫിലോസഫിയോട്. പക്ഷേ ബേസിക്കലി മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിൽ നടത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ SDPI വരെ അവരെ കൊണ്ട് ഒരു പള്ളിയിലും അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. നമുക്കങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അനുബന്ധ കേന്ദ്രങ്ങളുണ്ടോ? അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇതിന് RSSന് തുല്യമായിട്ട് ഈ ആരാധനാലയങ്ങളിൽ മാനസികമായി സജ്ജമാക്കുകയും അങ്ങനെ പടച്ചിറക്കുന്ന ഒരു വിഭാഗത്തെ ഈ അനുബന്ധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൂരം പിന്നെ കുറയുകയുമല്ലേ? അല്ല വേണു, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പറയാത്തൊരു കാര്യം, പ്രീ ഇസ്ലാമിക് സ്കൂൾസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് കുട്ടികളെ LKGയിലും UKGയിലും പോകുന്നതിന് പകരമായിട്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ, മനസ്സിലായല്ലേ, ഞാൻ തമാശയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. A= അബ്ദുള്ള, B= ഫാത്തുമ എന്നാണ് പഠിപ്പിക്കുന്നത്. A= ആപ്പിൾ എന്ന് വരാം, മനസ്സിലല്ലേ. ആ വിഭാഗമാണ് ഇൻഡോക്ട്രിനേറ്റ് ആയതുകൊണ്ട് ഇതിന് ഇനിയിപ്പോൾ വരാൻ പോണ സംഭവം, ആ സംഭവത്തെ ഞങ്ങൾ എതിർക്കുന്നു. പരസ്യമായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത്, ഏത് നെറ്റ് ചെക്ക് ചെയ്തോളൂ, ഞങ്ങൾ പരസ്യമായിട്ട് എതിർക്കുന്നു. അപ്പോൾ ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒന്നാമതായി ഇവർ ഇനി ആയുധ സന്നാഹങ്ങളുമൊക്കെയായി കായികമായ പരിശീലനവും സിദ്ധിച്ച് നേരിടാൻ പോകുന്ന വിഭാഗമാരാണ്, നിങ്ങളാണ് എന്നാണ് പറയുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതിന് നിങ്ങളുടെ തന്നെ ഒരു തുറന്ന സമ്മതവുമുണ്ടല്ലോ. ഇവിടെ മോഹൻ ഭാഗവത് വന്ന് കണ്ണൂരിൽ ബൈഠക്ക് നടത്തി അവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തറിഞ്ഞു എന്നൊക്കെ ആവേശം കൊള്ളുന്ന നിങ്ങൾ തന്നെ അതിനോടനുബന്ധിച്ച് സമ്മതിച്ച ഒരു കാര്യമുണ്ട്. കൊച്ചിയിൽ ചില ആളുകളുമായി ആലോചനാ യോഗം ഭാഗവത് നടത്തിയപ്പോൾ കണ്ണൂരിൽ അക്രമം അവസാനിപ്പിക്കാൻ നിങ്ങളും CPM-ഉം ആയുധം ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ ഉപേക്ഷിക്കട്ടെ, ഞങ്ങളും ഉപേക്ഷിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ 2 കൂട്ടരും 2 സ്ഥലങ്ങളിൽ സജ്ജരാവുകയാണ്. അത് ഒരു സ്ഥലത്ത് ക്ഷേത്രമാകുന്നു എന്നത് ഒരു പൊതു താല്പര്യത്തെ മുൻനിർത്തിപ്പോൾ സർക്കാർ ഇടപെടുന്നത് നല്ല കാര്യം. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജാഗ്രതയോടെ കർശന നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനത്തിൻ്റെ പേരല്ല സർക്കാർ എന്ന്. സർക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിൽ ആയുധവൽക്കരണവും സംഘടിതമായ സേനാ റിക്രൂട്ടിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയായാലും ഏത് മതസംഘടനയായാലും സർക്കാർ അക്കാര്യത്തിൽ രാജ്യത്തിൻ്റെ നാടിൻ്റെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കണം. പക്ഷേ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം വളരെ നിരുത്തരകരമായ വ്യക്തികളുടെ സ്വകാര്യമായ ദൈവാന്വേഷണത്തിൻ്റെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വേദികളെ, അമ്പലങ്ങളെ ഇത്തരത്തിലുള്ള സംഘടനകൾ അവരുടെ പരിശീലന കളരിയാക്കുന്നു. ശ്രീ മോഹൻദാസ് ഇവിടെ എത്ര നിഷ്കളങ്കമായിട്ടാണ് സംസാരിച്ചത്. ഇത്തരം ക്ഷേത്ര വളപ്പുകളിലേക്ക് വരുന്ന ചെറുപ്പക്കാരെയല്ലേ നിങ്ങൾ OTC തുടങ്ങിയിട്ടുള്ള ഉയർന്ന പരിശീലന കളരികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്? ആ റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളെയല്ലേ നിങ്ങൾ ചാവേറുകളാക്കി രാജ്യത്ത് ബാബറി മസ്ജിദ് തകർക്കാനും ബോംബ് സ്ഫോടനം ഉണ്ടാക്കാനും ഒക്കെ പറഞ്ഞയക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ ക്യാമ്പുകളിലേക്ക് അങ്ങനെ ക്ഷണിക്കുകയുണ്ടായല്ലോ ശ്രീ TG മോഹൻദാസ്, എന്താണ് മറുപടി? അതിനെക്കുറിച്ച് മുംബൈ ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില കേസുകളിലേക്ക് ഞാൻ മോഹൻദാസിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക. മോഹൻദാസ് ഇവിടെ ചോദിക്കുക, എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. RSSൻ്റെ സംഘടനാ പ്രവർത്തനം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ആരംഭിച്ച ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം കണ്ടത് എന്താണ്? അടിയന്തരാവസ്ഥയെ നേരിടുന്നതിന് പകരം ഈ ദണ്ഡയും ഒരു പ്രത്യേക രീതിയിലുള്ള വാള്, അദ്ദേഹം പരശുരാമൻ്റെ മഴുവിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഹിന്ദു മിത്തുകളെ RSSുമായി സമീകരിച്ച് ഈ രാജ്യത്തെ ഭക്തർ മുഴുവൻ തന്നെ RSS ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം അമ്പലങ്ങളെ തൊട്ട് കളിക്കേ വരാം. ഇവിടെ പരശുരാമനും ശ്രീകൃഷ്ണനും ബലരാമനൊന്നും എതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മതസമൂഹങ്ങളെയും തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെയും ഉന്മൂലനത്തിനിരയാക്കുന്ന നിങ്ങളുടെ ആയുധ പരിശീലന പദ്ധതിയെക്കുറിച്ച് ഇടപെട്ടോളൂ. ആയുധപ്പുര എന്ന് പറയുന്നത് മിസ്റ്റർ മോഹൻദാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ക്രമബദ്ധമായി പരിശീലനം കൊടുത്ത് OTC വഴി ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾ സൃഷ്ടിക്കുകയല്ലേ ഈ രാജ്യത്ത് നടന്ന ബോംബ് സ്ഫോടന പരമ്പരകൾ. മുസ്ലിം തീവ്രവാദികൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ RSS റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി പോയിട്ടുള്ള എത്ര ചാവേറുകളുണ്ട്, എത്ര ടെററിസ്റ്റുകളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം NIA-യുടെ മുമ്പിലില്ലേ? മുംബൈ ഹൈക്കോടതി പിറന്ന ഗ്രാമത്തിന്റെ സവിശേഷതയും ചരിത്ര സാഹചര്യവും അവിടെ ഈ RSS ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നതുമെല്ലാം ഒരു അനുഭവം എന്ന നിലയിൽ പറയുമ്പോൾ, ഇപ്പോൾ താങ്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോടാണല്ലോ. അവിടെ ഈ നാദാപുരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ ഈ പ്രതികാരക്കൊല,
അതിൻ്റെ പശ്ചാത്തലവും കൂടി മറന്നു പോകരുത്. അങ്ങനെ വരുമ്പോൾ ഒരു പൊതുവായ നിലപാടിലേക്ക് അങ്ങ് പോകരുത്. സമൂഹത്തിലെ ആയുധവൽക്കരണം സർക്കാർ തടയണം, അതൊന്നും അനുവദിച്ചുകൂടാ. എന്നിട്ട് പിന്നെ താങ്കളുടെ അജണ്ടയിലേക്ക് വരികയാണ് ഈ RSSലേക്ക്. അത് നല്ല കാര്യം. പക്ഷേ മറുവശം കൂടി ഉണ്ടെന്നാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടുന്നത്. ആ മറുവശം എന്നത് നിങ്ങളുടെ തന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടല്ലോ. എന്താണ് കാരണം? ഈ കൊലപാതക സംഘത്തെ അതിനുശേഷം കാസർഗോഡ് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചതിന്. അപ്പോൾ ഒരു ക്ഷേത്രാങ്കണത്തിൽ മാത്രമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അപകട